ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. നമുക്കറിയാം, ലോക വ്യവസ്ഥിതികൾ മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്താണെന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയത്തില്ല. അടുത്ത മണിക്കൂറിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതൊന്നും നമുക്ക് പ്രവചിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷങ്ങളും, പണ്ടൊക്കെ വർഷങ്ങൾ എടുത്തിട്ടാണ് ഓരോ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരുന്നതെങ്കിൽ, മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യമാണ് മാറ്റങ്ങൾ വരുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. ഈ ലോകം മാറുകയാണ്. ആം, പിന്നെ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും. ആകാശം മാറും, ഭൂതലം മാറും, പക്ഷേ കർത്താവിൻ്റെ വചനം അതൊരിക്കലും മാറുകയില്ല. ആ വചനം അതുപോലെ തന്നെ നിറവേറുക തന്നെ ചെയ്യും. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരണം. നമുക്കറിയാം, എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യണം. എതിർ ക്രിസ്തു ഈ ലോകത്തിൽ 7 വർഷം ഭരിക്കും എന്ന് നമ്മൾ അറിയുന്നു. അവൻ വടക്ക് നിന്നാണ് വരുന്നതെന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഈ സിറിയയും ഇസ്രായേലിന് വടക്ക് ഭാഗമാണ്, മോസ്കോയും ഇസ്രായേലിന് വടക്ക് ഭാഗമാണ്. പലരും പറയുന്നതും പല അഭിപ്രായങ്ങളും സിറിയയിൽ നിന്നായിരിക്കും എതിർ ക്രിസ്തുവും എഴുന്നേൽക്കുന്നതെന്നാണ്. എന്തായാലും നമുക്ക് വ്യക്തമായ അറിവ് അതിനകത്തില്ലാത്തത് കൊണ്ടും കൂടുതൽ ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കണ്ട. എന്തായാലും സിറിയ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്താ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ സിറിയ മുഴുവനും ക്രിസ്തീയ രാജ്യമായിരുന്നു. നമുക്കറിയാം, ജെറുസലേം കഴിഞ്ഞും ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നത് മുഴുവനും സിറിയയിലാണ്, ദമാസ്കസിലാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഒരു വലിയ മഹാ ഉപദ്രവം സഭയ്ക്ക് നേരിട്ടു. അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും ചിതറിപ്പോകുവാനിടയായി തീർന്നു. ചിതറിപ്പോയവർ യാത്ര ചെയ്തും വചനം സുവിശേഷീകരിച്ചുകൊണ്ട് അവർ സിറിയയിലും എത്തുവാനിടയായി തീർന്നു. അങ്ങനെ അന്തിയോക്കിയിലെത്തി അവിടെ സുവിശേഷം അറിയിക്കുകയും അവിടെ സഭ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ഇത് സഭയുടെ പ്രവൃത്തി കേന്ദ്രമായിട്ട് അന്തിയോക്യ മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അന്തിയോക്യ സഭയിൽ വെച്ചാണ് പൗലോസ് സ്നാനപ്പെടുന്നതും ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെടുന്നതും അന്തിയോക്യ സഭയിൽ നിന്നാണ്. അങ്ങനെ സിറിയ മുഴുവനും ഒരു ക്രിസ്തു രാജ്യമായി മാറി. ഈ സിറിയയിലേക്കാണ് തൻ്റെ അങ്കിളിൻ്റെ കൂടെ മുഹമ്മദ് നബി ഒരു ദിവസം കച്ചവടത്തിന് വേണ്ടി പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ ഒരു സിറിയൻ യാത്രയാണ് മുഹമ്മദ് നബിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച യാത്ര. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ള ക്രിസ്ത്യാനികളുമായിട്ട് പരിചയപ്പെടുകയും അവിടെയുള്ള ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് തനിക്ക് മനസ്സിലാക്കുവാനും അവിടെ ബിംബാരാധനകളില്ലാത്തതും ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയും അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ മുഹമ്മദിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത്. അന്ന് മുതൽ ഇത് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു, ഏക ദൈവ വിശ്വാസം എന്ന സങ്കല്പം. അങ്ങനെയാണ് താൻ അതിനുവേണ്ടി തൻ്റെ തലയിൽ തൻ്റെ മനസ്സ് മുഴുവനും ആ ഒരു യജ്ഞത്തിൽ ഹീരാ ഗുഹയിലും മരുഭൂമിയിലും ആടുകളെയൊക്കെ മേയിച്ചതിന് ശേഷം സ്ഥിരമായി താൻ ഈ മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്ന വലിയൊരു പർവ്വത നിരയാണ് അൽനൂർ. അതിൻ്റെ അടിയിലുള്ള ഒരു ഗുഹയാണ് ഹീരാ ഗുഹ. അങ്ങനെ ഇരുട്ട് നിറഞ്ഞ, ഏകാന്തത നിറഞ്ഞ ഈ ഗുഹയിലും താൻ സമയങ്ങൾ ചെലവഴിക്കുക. താൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എങ്ങനെ ഇത് സാധ്യമാകും, ഇവിടെ ഏകദൈവ സങ്കല്പം എങ്ങനെ സാധ്യമാകുമെന്ന് അദ്ദേഹവും ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
നോക്കണം, വേറൊരാളെ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മറ്റൊന്നും ആരുമല്ല, തനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരാളിനെ. അങ്ങനെ ഇരുട്ടുള്ള ഗുഹയിൽ ഏകാന്തതയിലും ഇദ്ദേഹം ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വസിക്കുമ്പോൾ നമുക്കറിയാം, മറ്റൊരു ആത്മാവ് അവിടേക്ക് കടന്നു ചെല്ലുവാൻ, ഗബ്രിയേൽ എന്നുള്ള പേരിലും വേറൊരാൾ അവിടെ ചെല്ലുവാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തെ 3 പ്രാവശ്യമാണ് ആ ദൂതൻ പിടിച്ച് ഞെക്കുന്നതും തന്നെ കൊല്ലാൻ പോകുന്നതും. താൻ വേദന കൊണ്ട് കിടന്ന് പിടയുകയാണ്. അപ്പോൾ ആ ദൂതൻ പറയുന്നത് ഒന്നേ ഉള്ളൂ: വായിക്കുക, വായിക്കുക, വായിക്കുക. പക്ഷെ ഈ മുഹമ്മദ് നബി പറയുന്നുണ്ട്, എനിക്ക് വായിക്കാൻ അറിയത്തില്ല, എനിക്ക് എഴുത്തും വായനയും അറിയാം മേലം, അക്ഷരാഭ്യാസമില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ, എനിക്ക് വായിക്കാൻ അറിയത്തില്ല. വായിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടും ഈ ദൂതൻ വിടുന്നില്ല, പിടിച്ച് ഞെക്കുകയാണ്, തന്നെ കൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അങ്ങനെ 3 പ്രാവശ്യം അങ്ങനെ ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം താൻ വല്ലാതെ അസ്വസ്ഥനായി തീരുവാനിടയായി തീർന്നു. ഈ ദൂതൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഗുഹയിലെ ഏകാന്തതയിലെ കൂരിരുട്ടിൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. ഈ ദൂതൻ ആരാണെന്ന് പറയുന്നില്ല, എന്തിനാണ് വന്നതെന്ന് പറയുന്നില്ല. ദൂതൻ ഇയാളെ പിടിച്ച് ഞെരുക്കുകയാണ്, കൊന്നുകളയുവാൻ വേണ്ടി. ഒന്നും വ്യക്തമായി പറയുന്നില്ല. അവസാനം തൻ്റെ സമനില നഷ്ടപ്പെടുന്നു, സുബോധം നഷ്ടപ്പെടുന്നു, സ്വസ്ഥത നഷ്ടപ്പെടുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു. അതിനുശേഷമായിട്ട് 3 പ്രാവശ്യമാണ് താൻ തന്നെ തന്നെ കൊല്ലുവാൻ വേണ്ടി, ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി, സമാധാനം നഷ്ടപ്പെട്ടും ആ മലയുടെ മുകളിൽ തന്നെ കയറിയിട്ട് താൻ എടുത്തു ചാടി ചാകുവാൻ വേണ്ടി പരിശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നാം മനസ്സിലാക്കണം. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അനേക ഭക്തന്മാർക്ക് ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു കഴിയുമ്പോൾ ദൂതന്മാർ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പരിചയപ്പെടുത്തിയിട്ടാണ് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷിക്കുന്ന ഇന്ന ദൂതനാണെന്ന് പറഞ്ഞിട്ടാണ് ദൂതന്മാർ അവരോട് സംസാരിക്കുന്നതും. എന്നിട്ട് അവർക്ക് കൈമാറുവാനുള്ള സന്ദേശം വളരെ വ്യക്തമായിട്ടും ബൈബിൾ മുഴുവനും വ്യക്തതയാണ് വെളിപ്പെടുത്തുന്നതും. ഇപ്പം മറിയമിനോട് കർത്താവിൻ്റെ ദൂതൻ പറയുകയാണ്, ഞാൻ ഗബ്രിയേൽ ദൂതനാകുന്നു. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി കൊടുക്കുകയാണ്. എന്നാൽ ഇവിടെ ഈ ദൂതൻ, നമ്മുടെ ബൈബിളിലെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ സമാധാനമില്ലാത്തവർക്ക് സമാധാനം ലഭിക്കുന്നു, സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥത ലഭിക്കുന്നു, കൺഫ്യൂഷനിലായിരിക്കുന്നവർക്ക് കൺഫ്യൂഷൻ മാറുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ ആയിരിക്കുന്നവർക്ക് വ്യക്തമായ വഴി കാട്ടിക്കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെയും അദ്ദേഹത്തിനും ഈ വെളിപ്പാടിൽ ഇത് കണ്ടതിന് ശേഷം തൻ്റെ സമനില നഷ്ടപ്പെട്ടു പോകുന്നു, താൻ ഭ്രാന്ത് പിടിച്ചതുപോലെ ആയിത്തീരുന്നു, താൻ വല്ലാതെ വിറയ്ക്കുകയും വീർക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എപ്പോഴും ഒരു കാര്യം ഓർക്കണം, 2 രീതിയിലുള്ള ദൂതന്മാരുണ്ട്. ഒന്ന് വെളിച്ചത്തിൻ്റെ ദൂതനും, ഒന്ന് ഇരുളിൻ്റെ ദൂതനും. വെളിച്ചത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ പിന്നീട് അവിടെ കൺഫ്യൂഷനും കലക്കത്തിനും അസ്വസ്ഥതയ്ക്ക് അസമാധാനത്തിനൊന്നും അവിടെ ഒരു സ്ഥാനവുമില്ല. എന്നാൽ ഇരുട്ടിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ സമാധാനം നഷ്ടപ്പെടും, സ്വസ്ഥത നഷ്ടപ്പെടും, പിന്നെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം നഷ്ടപ്പെടും, എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നുള്ള ചിന്തകളൊക്കെ തൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഇതിലൂടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഏത് ദൂതനാണ് ഇദ്ദേഹത്തിന് വെളിപ്പെട്ടത് എന്ന് വളരെ വ്യക്തമാണ്. ഒന്ന് വെളിച്ചത്തിൻ്റെ ദൂതനുണ്ട്, ഒന്ന് ഇരുട്ടിൻ്റെ ദൂതനുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കുക ഏത് ദൂതനാണ് ഇദ്ദേഹത്തിന് വെളിപ്പെട്ടതെന്ന്. നമുക്ക് ആ ഭാഗത്ത് നിന്ന് മടങ്ങി വരാം. ഈ സിറിയ യാത്രയാണ് മുഹമ്മദ് നബിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അപ്പം അന്ന് സിറിയ ഒരു വലിയ ആത്മീയ പകർച്ചയുടെ ഒരു സ്ഥലമായിരുന്നു. എന്നാൽ ഇന്ന് സിറിയ നമുക്കറിയാം ഇസ്ലാമിൻ്റെ കൈകളിലേക്ക് അമർന്നു പോകുവാൻ ഇടയായി തീർന്നിരിക്കുകയാണ്. നമുക്ക് സിറിയയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സിറിയയിലുള്ള ക്രിസ്ത്യാനികളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. നമുക്കറിയാം ISIS വന്നിട്ട് അതിദാരുണമായിട്ട് അതിക്രൂരമായിട്ട് ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ചിട്ട് അവരുടെ നമാസ് പിടിക്കുവാൻ വേണ്ടി മുസ്ലിമാണോ എന്നും പരിശോധിക്കുവാൻ വേണ്ടി അവരുടെ നമാസും അവരുടെ കലിമത്തും ഒക്കെ പറയിപ്പിച്ച് കഴിയുമ്പോൾ ഇവരെ മുസ്ലിങ്ങളല്ല എന്ന് തിരിച്ചറിയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ആ പിതാവിൻ്റെ കഴുത്തറത്തും മാതാവിനെയും കൊച്ചു പെൺകുട്ടികളെയും വലിച്ച് ഇഴച്ച് കൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കുന്ന കാഴ്ചയാണ് നമ്മൾ സിറിയയിൽ കണ്ടുകൊണ്ടിരുന്നത്, ഇറാഖിൽ കണ്ടുകൊണ്ടിരുന്നതും. നോക്കണം, ഇനിയും അങ്ങനെ ഒരു അവസ്ഥ സഹിക്കുവാൻ സിറിയയിലെ ക്രിസ്ത്യാനികൾക്ക് അത് താങ്ങാവുന്നതിനേക്കാൾ വലിയ ഒരു പ്രയാസമാണ്.
നമുക്കറിയാം, സംരക്ഷിക്കേണ്ടുന്നവർ തന്നെ ഘാതകരായി തീരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത, ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഞാൻ വായിക്കുവാൻ, കേൾക്കുവാൻ ഇടയായി തീർന്നു. അതിങ്ങനെയാണ്: സിറിയയിൽ നിന്നും ആ യുദ്ധസമയത്ത് ISI ഭീകരന്മാരെയും അതിക്രൂരമായിട്ട് ക്രിസ്ത്യാനികളെയും ബ്രൂട്ടലി ടോർച്ചർ ചെയ്യുമ്പോൾ, അതിദാരുണമായി കൊല്ലുമ്പോൾ, അമേരിക്കയിലേക്ക് ഇമിഗ്രേഷന് വേണ്ടി അഭയാർത്ഥികളായിട്ട് പോകുവാൻ സിറിയയിൽ നിന്നും 15,000 പേരെ കൊണ്ടുപോയി. ആ 15,000 പേരിൽ ഒബാമ ഗവൺമെന്റ്, ഒബാമ സർക്കാരാണ് അറിയുവാൻ കഴിഞ്ഞത്. ആ 15,000 പേരിൽ വെറും 18 ക്രിസ്ത്യാനികൾ മാത്രമാണ് പോയത്. ബാക്കിയുള്ളത് മുഴുവനും പോയത് മുസ്ലിങ്ങളാണെന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്ത എനിക്ക് അറിയുവാനിടയായി തീർന്നു. നോക്കണം, അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത്, കഴുത്തറക്കപ്പെടുന്നതും, ക്രൂരമായി കൊച്ചു പെൺകുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വലിച്ചഴിച്ചു കൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കി പീഡിപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് അഭയം കൊടുക്കേണ്ട സ്ഥാനത്ത് നോക്കണം, ഈ ഒബാമയും ഈ ടീമും, പ്രത്യേകിച്ച് ഈ ഡെമോക്രാറ്റുകളും, അവരെപ്പോഴും ഈ ലെഫ്റ്റ് ഫ്രണ്ട് എപ്പോഴും ദൈവം ഇല്ലാത്ത ഭാഗത്തേക്കും അല്ലെങ്കിൽ ഇസ്ലാമിക പ്രീണനമാണ് എപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ വോട്ട് പിടിക്കുവാൻ വേണ്ടിയല്ല ഇത് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ നമ്മൾ വിചാരിക്കും ഒബാമ അവൻ ക്രിസ്ത്യാനിയാണ്, അവൻ കുരിശും കൈവച്ചുകൊണ്ടാണ് നടക്കുന്നതും. എന്നാൽ അതിഭയങ്കരമായ പൈശാചികത്വമാണ് ഇവരുടെ എല്ലാം നിറഞ്ഞു നിന്നതും. ആ ഒരൊറ്റ സംഭവത്തോടുകൂടെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് മടങ്ങി വരാം. ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഒരുക്കത്തിന്റെ നാളുകളാണ്. ഇനിയും അങ്ങും ഇങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോകത്തില്ല, ഭംഗമില്ലാതെ ഓടിയാൽ നീ കിരീടം പ്രാപിക്കും. ഇത് ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. നമ്മളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. ഏഷ്യൻ ഗെയിംസ് നടക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി 800 മീറ്റർ ഓട്ടത്തിലും ഷൈനി വിൽസൺ എല്ലാവരെക്കാളും മുന്നമേ ഓടി. അവൾ ക്രോസിംഗ് പോയിന്റ് കടന്നു. അവൾ നോക്കുമ്പോൾ മീറ്ററുകൾക്ക് അകലത്തിലാണ് ബാക്കിയുള്ളവർ ഓടി വരുന്നതും. സന്തോഷം സഹിക്കാൻ മേലാതെ ഇന്ത്യക്ക് വേണ്ടി ഒരു ഗോൾഡ് മെഡലും പിറന്ന് അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു സന്തോഷം. പക്ഷേ ആ പേര് വെളിപ്പെടുത്തുമ്പോൾ, വിന്നറിന്റെ പേര് വെളിപ്പെടുത്തുമ്പോൾ, അതെ, ഗോൾഡ് മെഡലിസ്റ്റിന്റെ പേര് വെളിപ്പെടുത്തുമ്പോൾ അവളുടെ പേര് വിളിച്ചില്ല. സിൽവർ മെഡലിനും അവളുടെ പേരില്ല, ബ്രോൺസ് മെഡലിനും അവളുടെ പേരില്ല. എന്താ സംഭവിച്ചെന്നറിയാം? അവൾ ഓടുന്ന കൂട്ടത്തിൽ അവൾ പോലും അറിഞ്ഞില്ല അവളുടെ ലൈൻ തെറ്റിപ്പോയതും. ഒരു ശകലം അവളുടെ ബൂട്ട് അല്പം ലൈനിൽ നിന്ന് വെളിയിലായി പോയ കാഴ്ച. അവൾ ഓടി മുന്നിലെത്തി, എല്ലാവരെക്കാളും മുമ്പിൽ ഓടി മുന്നിലെത്തി. പക്ഷെ അവൾ പോലും അറിഞ്ഞില്ല തൻ്റെ കാല് അറിയാതെ ട്രാക്കിന് വെളിയിൽ പോയ കാര്യം. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നും. അവരോടൊന്ന് ചോദിച്ചു നോക്കിയും, ആ ഒരൊറ്റ സ്റ്റെപ്പ്, ആ ഒരൊറ്റ കാലും ഒരല്പം ലൈന് വെളിയിൽ പോയതിൻ്റെ വില എത്ര വലിയ ദിവസങ്ങളെടുത്ത് പിന്നീട് റിക്കവർ ആകുവാൻ, പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി. വിനേഷ് ബുഗാട്ട് എന്ന് പറയുന്ന ഗുസ്തി താരം 100 ഗ്രാം ഭാരത്തിന്റെ വില എന്താണെന്ന് ആ സഹോദരിയോട് ചോദിച്ചാൽ അറിയാം. 100 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ 1/4 മാത്രമേ ഉള്ളൂ ഈ 100 ഗ്രാം എന്ന് പറയുന്നതും. ആ 100 ഗ്രാം നിമിത്തം നഷ്ടപ്പെട്ടതും ഒളിമ്പിക്സിന്റെ ഗോൾഡ് മെഡലാണ്. നമ്മൾ നിസ്സാരമെന്ന് കാണുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന വചനം പറയുന്നു, അസാരം പുളിച്ച മാവ്. ഒത്തിരി ഒന്നും വേണ്ട. ഒരു വലിയ പറ നിറച്ച് അല്ലെങ്കിൽ വലിയ അണ്ടാവ് നിറച്ച് മാവുണ്ടാക്കി വച്ചാലും ഒരു അസാരം പുളിച്ച മാവ് മതി അത് മുഴുവനും പുളിപ്പിച്ചു കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ. ഒരു ചത്ത ഈച്ച മതി തൈലക്കാരൻ്റെ തൈലം മുഴുവനും നാറുമാറാക്കുവാൻ. ഇന്നത്തെ വൈദ്യന്മാരുടെ കാര്യമല്ല പറയുന്നത്. ഇന്ന് ഒരു ഈച്ചയല്ല, 1000 ഈച്ച വീണാലും അയാൾ അതിനകത്തോട്ട് വിരലിട്ടിട്ട് ആ ഈച്ച എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് കളഞ്ഞിട്ട് എന്ത് ചെയ്യും? വീണ്ടും അത് ഭരണിക്കകത്ത് അല്ലെങ്കിൽ പാക്കറ്റ് അതിനകത്ത് ഇട്ടിട്ട് വിൽക്കുവാൻ വേണ്ടി കൊണ്ടുപോകും. എന്നാൽ പണ്ടത്തെ വൈദ്യന്മാര് വളരെ, കാരണം അവരുടെ ആ ലേഹ്യം, അവരുടെ ആ ഔഷധമെന്ന് പറയുന്നതും എത്ര ദിവസം മാസങ്ങൾ എടുത്ത് കാട്ടിനകത്ത് പോയി ഈ ഔഷധ ചെടികളെല്ലാം കണ്ടുപിടിച്ച് അതിൻ്റെ വേരുകളെല്ലാം കൊണ്ടുവന്ന് കഴുകി ഉണക്കി മാസങ്ങൾ എടുത്ത് ഇടിച്ച് പൊടിച്ച് ഉണ്ടാക്കുകയാണ്. അത് ഒരു പ്രാവശ്യം സേവിച്ചു കഴിഞ്ഞാൽ അത് ഫലിക്കും. പക്ഷെ അതിനകത്ത് ഈച്ച ചത്ത് വീണ് കഴിഞ്ഞാൽ
അത് മുഴുവൻ അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോവുകയാണ്. അവ ഒരു ഒരു ഒരീച്ച മതി തൈലക്കാരൻ്റെ തൈലം മുഴുവനും നശിപ്പിച്ചു കളയുവാൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തുക. കർത്താവെ, എൻ്റെ കുറവുകൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആരും? മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി കർത്താവെ എന്നെ ശുദ്ധീകരിക്കുമാറാകണമേ. നമ്മൾ അറിയുന്നില്ല, ഈ തവളയെ ഈ വെള്ളത്തിനകത്തിടും. ഒരു ഗ്ലാസ്സിനകത്തോ ഒരു കുപ്പിക്കകത്തോ ഈ വെള്ളത്തിനകത്തിടുമ്പം അതിന് നല്ല സുഖമാണ്. പക്ഷെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ തീ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ചൂടാകുമ്പോഴേ ചെറുതായിട്ട് ചൂടാക്കുകയാണ്. അപ്പൊ ഈ വെള്ളം ചെറിയ ചൂടായി കഴിയുമ്പോൾ ഈ തവളയ്ക്ക് വീണ്ടും ഭയങ്കര സുഖമാണ്. നല്ല സുഖകരമായ ഒരു അന്തരീക്ഷമാണ് അതിന് ലഭിക്കുന്നത്. എന്നാൽ പെതുക്കനെ ഇതിന്റെ ചൂട് കൂടി ഈ ചൂട് ഈ മാറുന്നതും ഈ തവളയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. കാരണം ഇത് ഗ്രാജുവലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അതിനകത്ത് കിടന്നത് ചാകുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അറിയത്തില്ല, നമ്മൾ പോലും അറിയാതെയാണ് ഇതിനകത്തേക്ക് നമ്മൾ വശീകരിക്കപ്പെടുന്നതും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ കൃപയിൽ തന്നെയാണോ എന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ എന്നുള്ള പരിശോധനകൾ നടത്തണം. ഹാർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണല്ലോ. ഇച്ചിരി ഗ്യാസ് കയറിയാൽ മതി, പെട്ടെന്ന് ഓടുകയാണ്. ECG നോക്കുകയാ, വല്ല വേരിയേഷൻ ഉണ്ടോ? ആദ്യത്തെ ഒരെണ്ണം എടുത്തു, ഒരു വേരിയേഷൻ ഇല്ല, ഒന്നുകൂടെ ഒന്ന് നോക്ക്, പൈസ പോയാലും വേണ്ടിയില്ല. ചിലപ്പോൾ ആദ്യത്തിനകത്ത് തെളിയാത്തതായിരിക്കും. നമ്മൾ പരിശോധിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിന് വളരെ കൊടുക്കണം? ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ വിശ്വാസത്തിൽ തന്നെയാണോ? വിശുദ്ധിയിൽ തന്നെയാണോ? കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെയാണോ? കർത്താവിൻ്റെ സന്നിധി ആണോ? ട്രാക്ക് വിട്ടാണോ യാത്ര ചെയ്യുന്നതും? ഈ ലോകത്തിൻ്റെ ദിശയിലേക്കാണോ? നമുക്ക് തോന്നും നമ്മൾ പോകുന്ന വഴി ചൊവ്വായിട്ടുള്ള വഴിയാണ്, ശരിയായിട്ടുള്ള വഴിയാണ്, ഒരു കുഴപ്പമില്ല, നമ്മൾ കറക്റ്റാണ്, ഞാൻ ശരിയാണ് എന്നാണ് നമ്മൾ നിരൂപിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ ഓർത്തുകൊള്ളുക, പോകുന്ന വഴിക്കൊന്ന് നിന്നിട്ട് മേലോട്ടൊന്ന് നോക്കണം. ഞാൻ ഈ പോകുന്ന വഴി ശരിയായിട്ടുള്ള വഴിയാണോ? കർത്താവെ, എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പോകുന്ന വഴി ശരിയായിട്ടുള്ള വഴിയാണോ എന്നും. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ. ഇത് കറക്റ്റായിട്ടുള്ള വഴിയല്ല എന്നുണ്ടെങ്കിൽ കർത്താവെ, എന്നെ ശരിയായിട്ടുള്ള വഴിയിലേക്ക് എന്നെ മടക്കി വരുത്തുമാറാകണമേ. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുവാൻ ഇടയായിത്തീരും. ദൈവവചനം നമ്മളെ സഹായിക്കുവാൻ, വഴി കാണിച്ചു തരുവാൻ ഇടയായിത്തീരും. അങ്ങനെ പല സന്ദർഭങ്ങളിലും നമ്മൾ വഴി മാറി പോയ വഴി ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവം നമ്മളെ മടക്കി കൊണ്ടുവന്നിട്ട് വീണ്ടും കറക്റ്റായിട്ടുള്ള പാതയിലേക്ക് നടത്തുന്ന പരിശുദ്ധാത്മാവാണെന്നുള്ള കാര്യം സകല സത്യത്തിലും പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയാണെങ്കിൽ മാത്രമേ കർത്താവ് എന്ത് ചെയ്യത്തുള്ളൂ? സകല സത്യത്തിലും നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? വഴി നടത്തുകയുള്ളൂ. നോക്കണം, പടകിനകത്ത് യേശു ഉണ്ട്. പടകിൽ യേശു ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്, തിരമാലകൾ ഇളകി മറിയുകയാണ്, പടക് തിരകളാൽ നിയന്ത്രിക്കുവാൻ കഴിയാതെ വണ്ണം തകരുകയാണ്. ശിഷ്യന്മാർ ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്തു. അവസാനം അവർ വശം കെട്ടും. അവസാനമാണ് യേശുവിനെ വിളിക്കുന്നത്, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പം ഉണർത്തണം, ദൈവത്തെ വിളിക്കണം. കർത്താവെ, ഞങ്ങൾ നശിച്ചു പോവുകയാണ്. നമ്മൾ സ്തോത്രം പറയുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, കാര്യമില്ല. എപ്പോഴും നാം കർത്താവിനെ ഉണർത്തി കർത്താവിനോട് സംസാരിക്കുന്നവരായിരിക്കണം. 1 തെസ്സലോനിക്കർ 5:19 ഇങ്ങനെ വായിക്കുന്നു, ആത്മാവിനെ കെടുത്തരുത്. ആത്മാവ് ഒരു തീയാണ്. ആത്മാവിനെ എന്ത് ചെയ്യരുത്? കെടുത്തരുതെന്ന്. ആത്മാവിനെ കെടുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിലും വെള്ളം എടുത്തൊഴിക്കുമ്പോൾ തീ അണയ്ക്കുന്നതും വെള്ളം എടുത്തൊഴിക്കുമ്പോഴാണ് ഈ തീ അണഞ്ഞു പോകുന്നതും. അപ്പം ഈ ആത്മാവ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടേയിരിക്കണം. നമുക്കറിയാം, കനൽക്കട്ടം കരിക്കട്ടയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. കരിക്കട്ടയും കനൽക്കട്ടയും രണ്ടും ഒരേ വസ്തുവാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഒരു ഓർമ്മയ്ക്ക് വേണ്ടി വീണ്ടും പറയുകയാണ്. കരിക്കട്ടയായിരിക്കുമ്പോൾ ഉറഞ്ഞു കഴിയുമ്പോൾ ഈ ലോകത്തിലുള്ള സകല പ്രാണികളും, പാറ്റയും പാറുകാലിയും പഴുതാരയും എല്ലാ ഉറുമ്പും എറുമ്പും സകല ക്ഷുദ്രജീവികളും അതിനകത്ത് വിരഹിക്കും.
കാരണം പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. അത് അതിൻ്റെ സങ്കേതമാക്കി മാറ്റും. നമ്മൾ ബൈബിളിൽ വചനത്തിൽ വായിക്കുന്നു, ദുരാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ടും അവൻ തണുപ്പുള്ള ഇടം തിരയുകയാണ്, തണുത്ത സ്ഥലം തിരയുകയാണ്, ചൂടില്ലാത്ത ഇടം തിരയുകയാണ്. എന്ന് പറഞ്ഞാൽ എവിടെയാണോ ദൈവവചനമില്ലാത്തതും ആരാധനയില്ലാത്തതും ദൈവസാന്നിധ്യം ഇല്ലാത്തതും പ്രാർത്ഥനയില്ലാതിരിക്കുന്നതും ഈ ആൾതാമസമില്ലാതിരിക്കുന്നതും ഇങ്ങനെ തണുത്തിരിക്കുന്നിടത്താണ് ഈ സാത്താൻ എപ്പോഴും ലക്ഷ്യം നേടുന്നതും അവൻ പാർക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നതും. എന്നാൽ എപ്പോഴും വെളിച്ചമുള്ള ഒരിടത്തും എപ്പോഴും ആൾതാമസമുള്ളിടത്തും എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നിടത്തും ഇവനെ അടുക്കുവാൻ വേണ്ടി കഴിയുകയില്ല. അപ്പം നമ്മുടെ ഹൃദയം എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം, ദൈവവചനത്താൽ കത്തിക്കൊണ്ടിരിക്കണം. ഈ കരിക്കട്ടയെല്ലാം എന്താകണം? കത്തി കത്തി കനൽക്കട്ടകളായി മാറണം. കനൽക്കട്ടകൾ കാണാൻ തന്നെ എന്തോ ഒരു ചന്തമാണ്, എന്തോ ഒരു ഭംഗിയാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കുണ്ടമായിരിക്കണം നമ്മുടെ ഹൃദയം. അങ്ങനെയുള്ള ഒരു ഹൃദയത്തിലേക്ക് ഒരു പാപചിന്തകൾക്കും അടുക്കുവാൻ കഴിയത്തില്ല, ഒരു ക്ഷുദ്രജീവികൾക്കും അടുക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം അടുക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ കത്തി അവിടെ വീഴുന്ന കാഴ്ച നമ്മൾ കാണുവാനിടയായിത്തീരും. അതേപോലെ തന്നെ നമ്മുടെ ഹൃദയം എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ആത്മാവ് കെട്ടുപോകരുത്, കെടുത്തിക്കളയരുതും. ആത്മാവ് സ്വയമായിട്ട് കെട്ടുപോകുകയില്ല. അതായത് ദൈവസന്നിധിയിലാണ് എന്നുണ്ടെങ്കിൽ ഇത് നാൾക്ക് നാൾ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും ഇത് കെട്ടുപോകുകയില്ല. എന്നാൽ ദൈവസന്നിധി വിട്ടു പോകുമ്പോൾ സാത്താൻ ബക്കറ്റിനകത്ത് വെള്ളം കൊണ്ടിരിക്കുകയാണ് ഒഴിക്കുവാൻ വേണ്ടി. ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകും, അവൻ ഒഴിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ഒഴിക്കത്തുള്ളൂ. എപ്പോഴും ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ആത്മാവിൽ കത്തിക്കൊണ്ടിരിക്കണം, ആത്മാവിനെ കെടുത്തിക്കളയരുത് എന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. ന്യായാധിപന്മാർ 16:20 നമുക്കറിയാം, ശിംശോൻ, സാംസൺ അഭിഷേകം പ്രാപിച്ചവരിൽ അസാധാരണമായ അഭിഷേകം പ്രാപിച്ച ഒരു മനുഷ്യനായിരുന്നു ശിംശോൻ. ഒരു കഴുതയുടെ പച്ച താടിയെല്ല് കൊണ്ടും ആയിരക്കണക്കിന് ആളുകളെ അടിച്ചു വീഴ്ത്തിയ ഒറ്റയ്ക്ക് നിന്ന് ഒരു യങ് ലയൺ, വലിയ ആരോഗ്യമുള്ള ഒരു സിംഹം തന്റെ മേൽ ചാടി വീണപ്പോൾ അതിനെ വെറും ഒരാടിനെ പോലെ കീറിക്കളഞ്ഞവനാണ് ശിംശോൻ. അത്രയ്ക്ക് അസാധാരണമായ അഭിഷേകം തന്റെ മേലുണ്ടായിരുന്നു. 300 കുറുക്കന്മാരെ പിടിച്ചിട്ടും വാലോട് ചേർത്തിട്ട് പന്തം കെട്ടി തീ കത്തിച്ച് ഫെലിസ്ത്യ പാളയത്തിലേക്ക് വിട്ടവരാണ് ഈ സാംസൺ. പക്ഷെ എന്തായി തീർന്നു? പോകാൻ പാടില്ലാത്തടുത്ത് അവൻ പോയി. അവന്റെ അമ്മയും അപ്പനും വളരെ ഉപദേശിച്ചതാണ്, മകനെ ഒരിക്കലും അന്യജാതിക്കാരായ ദൈവത്തെ അറിയാത്ത ജാതികളുടെ ഇടയിൽ പോകരുതും. നീ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു കന്യകയെ നീ എടുക്കണം. അപ്പന്റെയും അമ്മയുടെയും വാക്ക് കേൾക്കാതെ അവൻ പോകുകയാണ്. സ്വയം തെരഞ്ഞെടുപ്പ് എപ്പോഴും വിപത്താണ്, ആപത്താണ്. അവൻ ഒരിക്കലും പോകാൻ പാടില്ലാത്തടത്ത്, അതും വേശ്യയുടെ അടുക്കിലേക്ക് അവൻ പോകുകയാണ്. അവൾ രഹസ്യം ചോർത്തുവാൻ വേണ്ടി എത്രയോ പ്രാവശ്യമാണ് അവൾ കരഞ്ഞു നീ കാപട്യമുള്ളവനാണ്, നീ ശുദ്ധഹൃദയമുള്ളവനല്ല, നീ നിന്റെ രഹസ്യം എന്നോട് പറയുന്നില്ല, നീ എന്നെ സ്നേഹിക്കുന്നില്ല, നീ പറയുന്നതെല്ലാം കള്ളമാണ്. നീ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും നോക്കണം, എത്രയോ പ്രാവശ്യമാണ് ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും സാംസൺ രക്ഷപ്പെട്ടതും. അവസാനം അവൻ ഒരിക്കലും ആരോടും പറയുവാൻ പാടില്ലാത്ത രഹസ്യം വേശ്യയോടും. ദൈവസന്നിധിയിൽ അവൻ ഇരുന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ വേശ്യയുടെ മടിയിലെ തല വെച്ചിട്ട് അവൻ കിടക്കുകയാണ്. ദൈവകൃപ ചോർന്നു പോയത് അവൻ അറിഞ്ഞില്ല. അവന്റെ ശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന അവൻ ശേഷം മനുഷ്യരെ പോലെയായി തീർന്നു. ഈ ദുരവസ്ഥ ഒരിക്കലും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ആത്മാവിനെ കെടുത്തിക്കളയരുതും. ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നും യഹോവ തന്നെ വിട്ടു എന്നറിയാതെ താൻ മുമ്പിലത്തെ പോലെ
കുടഞ്ഞൊഴിഞ്ഞു കളയും എന്ന് വിചാരിച്ചു. ശക്തി തന്നിൽ നിന്ന് ചോർന്നു പോയത് അവൻ പോലും അറിഞ്ഞില്ല. നോക്കണം, എപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് വാദിച്ചു കൊണ്ടിരിക്കത്തില്ല. എപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വാദിച്ചു കൊണ്ടിരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാവരും അറിയും, പക്ഷെ പരിശുദ്ധാത്മാവ് പോകുമ്പോൾ ആരും അറിയത്തില്ല. ദുരാത്മാവ് വരുമ്പോൾ ആരും അറിയത്തില്ല, പക്ഷേ ദുരാത്മാവ് പോകുമ്പോൾ, ഇളകുമ്പോൾ എല്ലാവരും അറിയും. ഇതാണ് അശുദ്ധാത്മാവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസം. പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്നത് ആരും അറിയത്തില്ല. പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് വിചാരിച്ചാണ് എല്ലാവരും ഇരിക്കുന്നത്. ശൗലും ദൈവാത്മാവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ പോലും അറിഞ്ഞില്ല. 40 വർഷം ശൗല് ഇസ്രായേലിനെ ഭരിച്ചു. 2 വർഷങ്ങൾ മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 38 വർഷങ്ങൾ ദൈവത്തിന്റെ ആത്മാവില്ലാതെയാണ് അവൻ ഈ രാജ്യം ഭരിച്ചതും. അപ്പം ദൈവത്തിന്റെ ആത്മാവില്ലെങ്കിലും സഭ നയിക്കുവാൻ കഴിയും, രാജാവായിരിക്കുവാൻ കഴിയും, കൺവെൻഷനുകൾ നടത്തുവാൻ കഴിയും, പ്രസംഗിക്കുവാൻ വേണ്ടി കഴിയും. പക്ഷെ ഇതെല്ലാം അവസാനം ദാരുണമായ അന്ത്യത്തിലേക്ക് ചെന്നെത്തും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നോക്കണം, ദൈവം ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വാങ്ങിക്കുന്ന ദൈവമല്ല. ഒന്ന് പറഞ്ഞു 2 പറഞ്ഞു. പിള്ളേരൊക്കെ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്തെങ്കിലും കൊടുത്തിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ ഉടനെ തിരിച്ചു ചോദിക്കും, എൻ്റെ സാധനം എനിക്ക് തിരിച്ചു താന്ന്. ദൈവം അങ്ങനല്ല. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വാങ്ങത്തില്ല. ദൈവം കാത്തിരിക്കും, മടങ്ങി വരുവാൻ വേണ്ടി ഇഷ്ടം പോലെ അവസരങ്ങൾ കൊടുക്കും. ദൈവത്തിന്റെ ആ ദീർഘക്ഷമയെ ആളുകൾ എന്ത് ചെയ്യുന്നു? അത് മുതലെടുക്കുകയാണ്. പാപം ചെയ്തിട്ടും അശുദ്ധി ജീവിതത്തിൽ വന്നിട്ടും വീണ്ടും കൃപകൾ വെളിപ്പെടുകയാണ്, ശുശ്രൂഷ വെളിപ്പെടുകയാണ്. ഇതാണ് ആളുകളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ട്രാജഡി. പാപം ചെയ്തിട്ടും വ്യഭിചാരം ചെയ്തിട്ടും ദൈവകൃപ വെളിപ്പെടുന്നു. പ്രവചനം നിന്നു പോയിട്ടില്ല, രോഗശാന്തി നിന്നു പോയിട്ടില്ല. അപ്പൊ ആളുകളെല്ലാം വിചാരിക്കുന്നത് ഇത് പാപമല്ല. ദൈവത്തിന്റെ ദീർഘക്ഷമയെ എന്ത് ചെയ്യാണ്? പരീക്ഷിക്കുകയാണ്. ഒരിക്കലും പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദീർഘക്ഷമയെ നമ്മൾ എന്ത് ചെയ്യരുത്? നാം പരീക്ഷിക്കരുത്. ഇതൊരു ലൈസൻസ് ആയിട്ട് നമ്മൾ എടുക്കരുത്. പാപം ചെയ്തു, അശുദ്ധിയിലേക്ക് പോയി, ജീവിതത്തിൽ തിന്മ കടന്നു വന്നിട്ടും ദൈവകൃപയിൽ ശുശ്രൂഷിക്കുവാൻ കഴിയുന്നു. ഇതൊരിക്കലും ഒരു ലൈസൻസ് ആയിട്ട് എടുക്കരുത്. ഓരോ ദിവസവും നാം ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിനോട് നാം ചോദിക്കണം, നാം ദൈവകൃപയിൽ തന്നെയാണോ നിൽക്കുന്നത് എന്നും നമ്മളെ തന്നെ നാം ശോധന കഴിക്കണമെന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. ഓരോ ദിവസവും നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം. ഓരോ ദിവസവും വൈകുന്നേരമാകുമ്പോൾ നാം കർത്താവിനോട് ചോദിക്കണം, ഇന്നെന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കുറവുകൾ എന്തൊക്കെയാണ്? നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ ഇടയായിത്തീരും. വീണ്ടും ഞാൻ വേറൊരു സബ്ജക്റ്റ് എടുക്കുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവ് നമുക്ക് നഷ്ടപ്പെടുമോ? പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു പോകുമോ? പലരും പറയുന്നത് രക്ഷ ഒരിക്കൽ മാത്രമായിട്ടുള്ളതാണ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഒരിക്കൽ യേശുവേ എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ രക്ഷ നഷ്ടപ്പെടത്തില്ലെന്നാണ് പലരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും അതിനെ തിരിച്ചെടുക്കത്തില്ലെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. എബ്രായർ 6-ാം അധ്യായം 4-ാം വാക്യം. എബ്രായർ 4-ാം അധ്യായം സജി പാസ്റ്റർ വായിക്കണമേ. എബ്രായർ 6-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ വായിക്കാം. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകുക കൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല.
പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് വളരുതാത്തതും ശാപത്തിന് അടുത്തതുമാകുന്നു. ചുട്ടുകളയുക അത്രയേ അതിന്റെ അവസാനം. നോക്കണം, ഇവിടെ എഴുതിയിരിക്കുന്നത് എന്ത് ചെയ്തു? ദൈവിക വെളിപ്പാട് പ്രാപിച്ചു, സ്വർഗീയ ദാനം ആസ്വദിച്ചു, പിന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്ത വ്യക്തി, അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി, പ്രവചിക്കുന്ന വ്യക്തി, ദൂതുകൾ പറയുന്ന വ്യക്തി, രോഗസൗഖ്യം വരുത്തുന്ന വ്യക്തി, ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ പിന്മാറാൻ സാധ്യതയുണ്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആത്മാവിന്റെ കാര്യമല്ല, ഒറിജിനൽ ആത്മാവിന്റെ കാര്യമാണ് ഈ പറയുന്നത്. പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അഭിഷേകം പ്രാപിച്ച വ്യക്തി, സ്വർഗീയ ദാനം ആസ്വദിച്ച വ്യക്തി, വെളിപ്പാടുകളും ദർശനങ്ങളും ഉള്ള വ്യക്തി, സ്വർഗീയ ദർശനം പ്രാപിച്ചിട്ടുള്ള വ്യക്തി പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്. തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകെ കൊണ്ട് എന്ത് സംഭവിക്കും? അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. മാനസാന്തരം അവരിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായി തീർന്നവർ ദൈവത്തിന്റെ പുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരായി മാറുകയാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ അവർക്ക് പ്രവേശനം ലഭിക്കുകയില്ല എന്നാണ് ഈ വചനം ഇവിടെ വ്യക്തമായിട്ടും നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 26 വാക്യം, 26, 27 രണ്ട് വാക്യങ്ങൾ വായിക്കാം. സജി പാസ്റ്റർ വായിച്ചാട്ടെ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് മതി. ഇവിടെ സത്യം അറിഞ്ഞതിന് ശേഷം, സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിയതിന് ശേഷം വീണ്ടും പാപം ചെയ്യുകയാണെങ്കിൽ, മനഃപൂർവം പാപം ചെയ്യുകയാണെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല എന്നും ഇവിടെ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് എന്താ? ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയിലേക്ക് അവരെറിയപ്പെടും. വളരെ ശ്രദ്ധിക്കണം. ദൈവകൃപ അനുഭവിച്ചതിന് ശേഷം വീണ്ടും പിന്മാറിപ്പോയാൽ, സത്യം അറിഞ്ഞതിന് ശേഷം വീണ്ടും പഴയ അനുഭവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയാണ് അവരുടെ മുമ്പിലുള്ളതെന്നും കർത്താവ് നമ്മളോടും പറയുകയാണ്. ഇന്ന് ഈ വഞ്ചകന്മാരും ചതിയന്മാരും രക്ഷ ഒരിക്കൽ മാത്രമുള്ളതാണ്, യേശുവേ എന്ന് ഒന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്ന, പാപം ചെയ്യാനുള്ള ലൈസൻസും, ആത്മാവ് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു, ശരീരമാണല്ലോ പാപം ചെയ്യുന്നത്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, ആത്മാവ് രക്ഷിക്കപ്പെട്ടു, സ്വർഗത്തിൽ പോകുമെന്നൊക്കെ പറഞ്ഞും ജനങ്ങളെ പാപം ചെയ്യുവാനുള്ള ലൈസൻസ് കൊടുക്കുന്ന ഇന്ന് ഏകദേശം നല്ലൊരു ശതമാനം ന്യൂ ജെൻ പ്രീച്ചേഴ്സും ആത്മാവിന്റെ രക്ഷയെക്കുറിച്ചല്ല അവർ പറയുന്നതും. ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും, ഈ ലോകത്തിൽ അവർ ലൗകികന്മാരായതുകൊണ്ട് അവർ ലൗകികമായത് സംസാരിക്കുന്നു. ഈ ലൗകികമായത് ആര് സംസാരിക്കുന്നുവോ, നിനക്ക് അത് കിട്ടും, നിനക്ക് ഇത് കിട്ടും. എത്ര ടൈപ്പാ ഇറങ്ങിയിരിക്കുന്നത്. കുറെ അന്യഭാഷയാണെന്നും പറഞ്ഞ് ഏതോ ഭാഷയും പറഞ്ഞിട്ടും, നിനക്ക് കുവൈറ്റിൽ പോകുവാൻ താല്പര്യമുണ്ടോ? അവൾ പറഞ്ഞു എനിക്ക് കുവൈറ്റിൽ പോകാൻ താല്പര്യമില്ല. ഉടനെ 2-3 ഏതോ ഭാഷ പറഞ്ഞിട്ട് പറയുകയാണ് ഞാൻ നിന്നെ അമേരിക്കയിലേക്ക് അയക്കാൻ വേണ്ടി പോവുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് അവിടെ ഇരിക്കുന്നവരങ്ങ് കൂകുകയാണ്, ബഹളം വയ്ക്കുകയാണ്. ഏതൊക്കെ രീതിയിലുള്ള പ്രവചനങ്ങളാണ്! ജനങ്ങൾക്ക് ഇത് മതി, എന്റെ ജനത്തിന് ഇത് ഇഷ്ടമാണ്, അവർക്ക് ഇതൊക്കെ കേൾക്കിട്ടാൽ മതി. ജഡത്തെ സന്തോഷിപ്പിക്കുന്ന,
ഇന്ന് 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 നീ വിടുവിക്കപ്പെടാൻ പോകുന്നു, ഇന്ന് ഇറങ്ങി വരുന്നു, ഇന്ന് ഇറങ്ങി വരുന്നു. എൻ്റെ ജനത്തിന് അത് ഇഷ്ടമാണ്. അവർക്ക് ആത്മാവിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആത്മരക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ന്യായവിധിയെക്കുറിച്ച്. ഇവിടെ പറയുകയാണ് വലിയൊരു ന്യായവിധി ദൈവസന്നിധിയിൽ വന്നതിന് ശേഷം ഈ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വലിയൊരു ന്യായവിധി, ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെയും ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയാണെന്നും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും ദൈവത്തിന്റെ വചനം 2 പത്രോസ് 2:20, 20, 21, 22. 2 പത്രോസ് 2:20. കർത്താവും 2 verse 20, 21. കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. ഇവിടെ വീണ്ടും പത്രോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് എഴുതുകയാണ്, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ, പാപക്ഷമ പ്രാപിച്ചവർ, മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ച് യേശുവിനോട് ചേർന്ന് വീണ്ടും ജനിച്ചവർ, അവർ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തിനേക്കാൾ അധികം വഷളായി പോയി. അവർ ഈ സത്യം അറിയാതെ ഇരുന്നിരുന്നു എങ്കിൽ സത്യം അറിഞ്ഞതിന് ശേഷം 7 മടങ്ങും ശിക്ഷ ലഭിക്കുമെന്നാണ് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അറിഞ്ഞിട്ട് പിന്മാറി പോകുന്നതിനേക്കാൾ അവൻ അറിയാതെ ഇരുന്നിരുന്നു എങ്കിൽ എന്നാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇവിടെ നായെന്നും പന്നിയെന്നും 2 ജീവികളെ, രണ്ടും വൃത്തിഹീനമായ ജീവി. നായി ഛർദിച്ചതിന് ശേഷം അത് തന്നെ നക്കി തിന്നും. പന്നി അതെപ്പോഴും മാലിന്യം നോക്കിയാണ്. എത്ര വെള്ളത്തിൽ കുളിപ്പിച്ചാലും, എത്ര സോപ്പിട്ട് കുളിപ്പിച്ചാലും, എത്ര പെർഫ്യൂം ഇട്ട് ബംഗ്ലാവിൽ പന്നിയെ താമസിപ്പിച്ചെന്ന് പറഞ്ഞാലും അത് അവിടെ കിടക്കത്തില്ല. അതിന് അഴുക്കാണ് ഇഷ്ടം, അതിന് ചളിയാണ് ഇഷ്ടം, അതിന് ദുർഗന്ധമാണ് ഇഷ്ടം. ഈ ദുർഗന്ധം നിറഞ്ഞ അതാണ് അവന് പെർഫ്യൂമായിട്ട് തോന്നുന്നത്. ആരോ പണ്ട് പരിഹസിച്ച് പാടിയതുപോലെ, എന്താനന്ദം എനിക്ക് എന്താനന്ദം ഈ ചേറ്റിൽ കിടന്നുള്ള വാസം. അതിനാണ് അവന്റെ ആനന്ദം മുഴുവനും കിട്ടുന്നത് ആ ചേറ്റിനകത്താണ്, ദുർഗന്ധത്തിലാണ്. എബ്രായർ 10:31 വായിക്കുന്നു, ഹീബ്രു 10:31 ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരമാണ്. റോമർ 11:20 ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിലനിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവര് ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഒരു മുന്നറിയിപ്പ് തരികയാണ്, ഒരു വാണിംഗ്, ശക്തമായൊരു വാണിംഗ് ഇവിടെ ദൈവാത്മാവ് വരികയാണ്. വിശ്വാസ വീരന്മാർ പലരും എന്ത് ചെയ്തു? അവർ വിശ്വാസം ത്യജിക്കുവാനിടയായി തീർന്നു. അവർ ദൈവത്തിൽ അവിശ്വസിച്ചു, അവർ ഒടിഞ്ഞുപോയി. നീയോ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. വചനം പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കട്ടെ. കാരണം ഏത് സമയവും അടിച്ച് താഴെ പോകുന്ന ഒരു ഫീൽഡാണ്. എപ്പോഴും നമ്മുടെ കാല് ക്രിസ്തുവാകുന്ന പാറയിൽ, ഉറപ്പുള്ള പാറയിലാണോ എന്നും, ഞാൻ സ്ലിപ്പറി പ്ലേസിലാണ്, വഴുവഴുപ്പിലാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഞെളിയരുതും അഹങ്കരിക്കരുതും. എന്തിനാ അഹങ്കരിക്കുന്നേ? എന്ത് കണ്ടിട്ട് അഹങ്കരിക്കാനും? എന്തിനായി നിഗളിക്കുന്നേ? നിഗളിച്ചവരുടെയൊക്കെ അവസ്ഥ എന്തായി തീർന്നു? കർത്താവ് പറഞ്ഞ്, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. താഴ്മ ധരിച്ചുകൊള്ളുവീൻ. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു.
മനുഷ്യ, നല്ലത് എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നന്മ പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ താഴുവാനും അല്ലാതെ യഹോവ എന്താ നിന്നോട് ചോദിക്കുന്നതും? യഹോവ സമ്പന്നനെങ്കിലും ദരിദ്രന്മാർക്ക് എന്ത് ചെയ്തു? സമ്പന്നന്മാരെ അവൻ വെറുതെ അയച്ചു കളഞ്ഞു, ദരിദ്രന്മാർക്ക് വാരി വിതറിക്കൊടുത്തു. യഹോവ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ താഴ്മയുള്ളവരെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ കർത്താവ് നോക്കുമ്പോഴാണ് നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന് അറിയുന്നത്. നമ്മുടെ ഈ താഴ്മ എന്നൊക്കെ പറയുന്ന ദൈവത്തിന്റെ നീതി ഒരിക്കലും പ്രവർത്തിക്കുന്ന താഴ്മയല്ല. ക്രിസ്തുവിന്റെ അതേ സ്വഭാവമുള്ളവരായിരിക്കാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഇവിടെ അവസാനം പറയുകയാണ്, നീ ദയയിൽ നിലനിന്നാൽ ദൈവം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും എന്നുള്ള. നോക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്തിൽ വന്നതിന് ശേഷം രക്ഷ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു ചോദ്യം. രക്ഷ നഷ്ടപ്പെടും, പരിശുദ്ധാത്മാവ് വിട്ടുപോകും, ന്യായവിധിക്കായി ഘോരമായ ഭയങ്കരമായ തീകുണ്ടത്തിലേക്ക്, അഗ്നികുണ്ടത്തിലേക്ക് എറിയപ്പെടും, ഛേദിക്കപ്പെടും എന്നുള്ള മുന്നറിയിപ്പുകളാണ് ദൈവം ഇവിടെ തരുന്നത്. ഫിലിപ്പിയർ 2:12 വായിക്കുന്നു, ഫിലിപ്പിയൻസ് 2:12, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. രക്ഷയ്ക്കായി. ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നമ്മൾ ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല. നമ്മളെ പൊതുവെ ചോദിക്കും, രക്ഷിക്കപ്പെട്ടതാ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. പക്ഷെ ഇതുവരെ നമ്മൾ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ഓട്ടം ആരംഭിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ ഓട്ടക്കളത്തിന്റെ നടുവിൽ നമ്മൾ എത്തിയതേ ഉള്ളൂ. ഷൈനി വിൽസന് സംഭവിച്ചതുപോലെ സംഭവിക്കാം. നമ്മുടെ ഓട്ടക്കളത്തിൽ നമ്മൾ ഓടുകയാണ്, രക്ഷയാകുന്ന ഓട്ടക്കളത്തിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും നാം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടില്ല. ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, ആ പ്രോസസ്സിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 പത്രോസ് 4:18 വായിക്കുന്നു, 1 പീറ്റർ 4:18, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാവിയുടെയും ഗതി എന്തായിത്തീരും? ഈ സഭയിൽ തല്ലുകൂടുന്നവരുടെ കാര്യം എന്തായിത്തീരും? അരത്തട്ടിപ്പും മുക്കാവെട്ടിപ്പുമായിട്ട് നടക്കുന്നവരുടെ അവസ്ഥ എന്തായിത്തീരും? ഇവിടെ അല്പം അവിടെ അല്പം, സൂത്രത്തിന്മേൽ സൂത്രം, ചട്ടത്തിന്മേൽ ചട്ടം, ഇങ്ങനെ പോകുന്നവരുടെ അവസ്ഥ എന്തായി തീരുമെന്നാ ചോദിക്കുന്നത്. നീതി പ്രവർത്തിക്കുന്ന നീതിമാൻ, കള്ളം പറയാത്ത നീതിമാൻ, വിശുദ്ധിയോടെ ജീവിക്കുന്ന നീതിമാൻ, പ്രാർത്ഥിക്കുന്ന നീതിമാൻ, ഉപവസിക്കുന്ന നീതിമാൻ, ആരാധിക്കുന്ന നീതിമാൻ, ആരോടും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന നീതിമാൻ, അങ്ങനെയുള്ള നീതിമാൻ പ്രയാസത്തോടെയാണ് രക്ഷപ്പെടുന്നതെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്തായി തീരുമെന്നാണ് ദൈവം ചോദിക്കുന്നതും. ദൈവരാജ്യത്തിൽ കടക്കുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. ഒന്നേ ഉള്ളൂ, എപ്പോഴും ദൈവകൃപയിൽ തന്നെ ആശ്രയിക്കുക. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുമെന്നും ദൈവം നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി കുറച്ച് വചനങ്ങളുണ്ട്. ഇത്രയും ഇന്ന് നമുക്ക് മതി. രക്ഷ നഷ്ടപ്പെടും, പരിശുദ്ധാത്മാവ് വിട്ടുപോകും, ന്യായവിധിയിലകപ്പെടും, ക്രോധാഗ്നിയിലേക്ക് ചെന്ന് വീഴേണ്ടി വരും, ഛേദിക്കപ്പെടും. ഇതൊന്നും പഴയ നിയമത്തിലെയും ശാപവാക്കുകളൊന്നുമല്ല. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ വചനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നേ ഉള്ളൂ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതെ ഇരിക്കുവാൻ നോക്കട്ടെ. അസാരം പുളിച്ച മാവും നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയുവാനിടയാകരുത്. ഇവിടെ മോഡറേഷൻ മാർക്ക് കൊടുത്ത് സ്കൂളിൽ ജയിപ്പിക്കും, പക്ഷെ ബൈബിൾ അനുസരിച്ച് ദൈവമാർക്കും മോഡറേഷൻ മാർക്ക് കൊടുക്കത്തില്ല. 100 മാർക്കെങ്കിൽ 100 മാർക്ക് ലഭിച്ചവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ. ഒരുത്തൻ ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റിപ്പോകുന്നു എന്നും ദൈവവചനം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും
ബിരുദ പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രം. അതുകൊണ്ട് നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവിൻ. ഞാൻ മുന്നിലെത്തും, ഞാൻ കിരീടം പ്രാപിക്കും. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ നല്ലതുപോലെ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തും. പ്രാഗൽഭ്യത്തോടെ പറയുകയാണ്, ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, നമുക്കൂടെ ഒരു ആശ്വാസം തൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. അതുപോലെ നമ്മുടെ ഓട്ടം പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടും. ഈ ഓട്ടക്കളത്തിൽ നമ്മൾ ആരും പട്ടുപോകരുതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് കേട്ട ഈ സന്ദേശം നമ്മുടെ ജീവിതത്തെ വിശ്വാസത്തിൽ തന്നെയാണോ, ദൈവകൃപയിൽ തന്നെയാണോ, ഞാൻ ട്രാക്കിൽ തന്നെയാണോ, ഞാൻ ക്രിസ്തുവാകുന്ന പാറയിലാണോ നിൽക്കുന്നത് എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന കഴിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ മഹത്വം.